ഹായ് ഹായ് ഗൈസ്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കുറേ നാളുകൾ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല, നമ്മൾ നിശബ്ദതയിലായിരുന്നു. ഇനി ഇനി നിശബ്ദതകളെല്ലാം മാറി നമ്മൾക്കും സംസാരിച്ചു തുടങ്ങാം. ഈ സീസൺ ISL വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത്. ആദ്യ മത്സരങ്ങളിലെല്ലാം മികമാർന്ന പെർഫോമൻസ് കാഴ്ചവെച്ച ടീം ISLന്റെ രണ്ടാം ഹാഫിലേക്ക് എത്തിയപ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ISL വലിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ആരംഭിച്ചു. ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും വെച്ച് നോക്കുവാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ കാര്യമായിട്ട് ഒരു പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടില്ല. അവസാന മത്സരത്തിൽ ഹൈദരാബാദ് FCയോടുള്ള വിജയവും അതുപോലെ തന്നെ FC ഗോവയ്ക്കെതിരായിട്ടുള്ള കൊച്ചിയിലെ വിജയവും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് നമുക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതിലേറ്റവും വലുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഞ്ചുറീസ് ആണ്. നമ്മളുടെ നായകൻ അഡ്രിയാൻ ലൂണ, ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ്, ക്വാമെ പെപ്ര, ലെസ്കോവിച്ച്, അങ്ങനെ നമ്മളുടെ വിദേശ സൈന്യങ്ങളെല്ലാം പരിക്കിൻ്റെ പിടിയിലാവുകയും പിന്നെ മികച്ച ഇന്ത്യൻ സൈന്യങ്ങളായിട്ടുള്ള എയ്ബൺ ഡോഗ്ലിംഗ് ആയിക്കോട്ടെ, വിപിൻ മോഹൻ ആയിക്കോട്ടെ, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ടീമിനെ ഒരു പരിക്ക് ബാധിച്ചു. അതിൽ പലർക്കും ഇപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല. സച്ചിൻ സുരേഷ്, നമ്മുടെ 1ാം നമ്പർ ഗോൾ കീപ്പർക്ക് ഈ സീസൺ നഷ്ടമായി. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയത്. ലീഗിലെ ആദ്യ മത്സരങ്ങളിൽ നമ്മൾ കാണിച്ച പെർഫോമൻസിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പോൾ ക്വാർട്ടർ ഫൈനൽ കിട്ടിയിരിക്കുകയാണ്, പ്ലേ ഓഫ് കിട്ടിയിരിക്കുകയാണ്. പ്ലേ ഓഫിൽ നമ്മളെ കാത്തിരിക്കുന്നത് അതിശക്തരായിട്ടുള്ള ഒഡീഷ FC ആണ്. ഒഡീഷ FCയുടെ നാട്ടിലാണ് മത്സരം നടക്കുന്നത്. അതിനാൽ തന്നെ നമുക്കൊരു ചെറിയൊരു പ്രഷറുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് വി ബിലീവ് ഇൻ ഇവാനിസം. ഒഡീഷ FCയും കേരള ബ്ലാസ്റ്റേഴ്സും ഈ വർഷം ഏറ്റുമുട്ടിയിട്ടുള്ള 2 മത്സരങ്ങളിൽ ഒന്നിൽ ഒഡീഷ ജയിച്ചപ്പോൾ ഒന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. രണ്ടുപേരും തുല്യത പാലിച്ച് നിൽക്കുകയാണ്. അതായത് ബലാബലങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് തന്നെ ഇതിനെ വരരുത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്യാപ്റ്റൻ, നമ്മളുടെ മജീഷ്യൻ അഡ്രിയാൻ ലൂണ തിരിച്ചു വരുന്നു എന്നൊരു വലിയൊരു ഫാക്ടറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നത്. പിന്നെ നമ്മളുടെ ഗ്രീക്ക് ഗോഡ് ഡയമൻഡോക്കോസ് ഈ മത്സരത്തിൽ കളിക്കുമോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. പക്ഷേ വേറെ ഒരു വലിയൊരു തിരിച്ചടി കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്നത് നമ്മളുടെ ലെഫ്റ്റ് വിങ് ബാക്കിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ മത്സരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഐബനാണ്. ഐബൻ്റെ പരിക്കിന് ശേഷം നമുക്ക് നല്ലൊരു റീപ്ലേസ് നടത്താൻ വേണ്ടി അവിടെ സാധിച്ചു നവോച്ചേനെ. പക്ഷെ നവോച്ച കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് സസ്പെൻഷനാണ്. 3ാമത്തെ മത്സരത്തിന് സസ്പെൻഷനാണ്. അദ്ദേഹത്തിന് 3 മത്സരമാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് പ്ലേ ഓഫ് വന്നതിനാൽ തന്നെ അടുത്ത മത്സരത്തിൽ ആരെ അവിടെ പ്ലേസ് ചെയ്യുന്നു എന്നത് വീണ്ടും ഒരു ചോദ്യചിഹ്നം. കുറേ ചോദ്യചിഹ്നങ്ങൾ പൂരിപ്പിക്കേണ്ടത് നമ്മുടെ സ്വന്തം ആശാനാണ്. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം ആശാനിൽ നിന്നും നമ്മൾ കളിക്കളത്തിൽ പ്രതീക്ഷിക്കുന്നു. ലൊബേറയുടെ ചുണക്കുട്ടികളെ നേരിടാൻ കേരളത്തിൻ്റെ കൊമ്പന്മാർ റെഡിയാണ്. ഇതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. അതിനാൽ തന്നെ നമ്മളുടെ കയ്യിലുള്ള എല്ലാ വജ്രായുധങ്ങളെയും പരീക്ഷിക്കാൻ ഇവാനാശാൻ ഒരു മടിയും ഉണ്ടാവില്ല, പരീക്ഷിച്ചിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വണ്ടർഫുൾ ത്രില്ലിംഗ് എക്സൈറ്റ്മെൻറ്റ് മാച്ചിനായിട്ട്. 19-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC വമ്പൻ പോരാട്ടത്തിനായി. അപ്പം അതുവരേക്കും
ബൈ ബൈ.